ആജ്ഞകൾ അനുസരിക്കുന്നവനായിരിക്കും ഞാൻ. എന്റെ സഹായം ആവശ്യമുള്ളപ്പോൾ ഈ മോതിരം ഉരസിയാൽ മതി, അവിടെ ഞാനുണ്ടാകും. അടിയനൊരു സംശയം. നമ്മളെ എന്ന് വിളിച്ച അലാവുദ്ദീൻ നമ്മുടെ കൂടെ വരുമോ? എന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് തോന്നുന്നത് അലാവുദ്ദീനെ അവന്റെ ഉമ്മ നമ്മുടെ കൂടെ അയക്കില്ലെന്നാണ്. എന്തിനയക്കണം? നമ്മളാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ നമ്മുടെ മക്കളെ അയക്കുമോ? അയക്കില്ല. ബഷീർ, നീ പുറത്തു പോകൂ. ഹുസൂർ, ഞാൻ നിങ്ങളുടെ അടിമ ഹിമ്രാദ്. ഹിമ്രാദ്, അലാവുദ്ദീനെ അപരിചിതനായ ഞാൻ ചെന്ന് വിളിച്ചാൽ അവൻ എന്റെ കൂടെ വരികയില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ എന്ത് ചെയ്യണം? അലാവുദ്ദീന്റെ വാപ്പയുടെ അനുജൻ അബ്ദുള്ള, അയാൾ കപ്പലപകടത്തിൽ മരിച്ചു എന്നാണ് അലാവുദ്ദീന്റെ ഉമ്മയുടെ അറിവ്. അങ്ങ് അയാളുടെ വേഷത്തിൽ പോകുക. ശരി, ഹിമ്രാദിന് പോകാം. ബഷീർ, ബഷീർ. ഹുസൂർ, ഞാൻ അലാവുദ്ദീന്റെ ഇളയപ്പ അബ്ദുള്ളയാകുകയാണ്. നീ എന്റെ ഭാര്യ. ഞാൻ ഭാര്യ. അലാവുദ്ദീന്റെ വീട് എവിടെ? നിങ്ങൾക്ക് ആരെ കാണണം? അലാവുദ്ദീനെ ദേ അവിടെ പഞ്ച പിടിക്കുന്നത്. യൂസഫ് 2 ദിനാർ. 5 ദിനാർ അലാവുദ്ദീൻ. അലാവുദ്ദീൻ 1 ദിനാർ. യൂസഫ് 5 ദിനാർ. അലാവുദ്ദീൻ
അലാവുദ്ദീൻ അല്ലേ? അതെ. മോനെ, നിങ്ങൾ ആരാ? നിനക്കെന്നെ മനസ്സിലാവില്ല. ഞാൻ നിന്റെ ഇളാപ്പയാണ്, നിന്റെ വാപ്പയുടെ അനുജൻ. അല്ലോ, നിങ്ങൾ മരിച്ചുപോയല്ലോ. ഇല്ല മോനെ, ഞാൻ മരിച്ചുപോയി എന്നാണ് എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്. മരിച്ചുപോയില്ല അല്ലേ? ഇതാണ് നിന്റെ ഇളാമ്മ. വരവില്ലേ അപ്പ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താടാ രാവിലെ ഇവിടെ ഇറങ്ങിയതല്ലേ? ഇതുവരെ എവിടെ തണ്ടിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു. സമയം സന്ധ്യയായി. തെരുവിൽ കണ്ട പിള്ളേരുമായിട്ടോ വന്നു. ആര്? മരിച്ചുപോയി നിന്റെ ബാപ്പയോ? അല്ലോ, ബാപ്പയെ പറയല്ലോ ഉമ്മ. പിന്നെ ആരെയാടാ വന്നത്? എളാപ്പ വന്നു. എളാമ്മയുണ്ട്. എടാ, നിന്റെ ബാപ്പയെക്കാട്ട് മുമ്പേ നിന്റെ എളാപ്പ മരിച്ചില്ലേ? ഉമ്മ ഒന്നൊന്ന് നോക്കിക്കേ. ചേട്ടത്തിക്ക് എന്നെ മനസ്സിലായോ? മനസ്സിലായി. അബ്ദുള്ളയല്ലേ? അതെ, ഇതാണ് എന്റെ ഭാര്യ സൈനബ. സൈനബ, ഇതാണ് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അലാവുദ്ദീന്റെ ഉമ്മ. ഇതിനെ പ്രസവിച്ച് കിടന്നപ്പോഴല്ലേ അബ്ദുള്ള ഇവിടുന്ന് പോയത്? എവിടെയോ കച്ചവടത്തിന് പോയി കപ്പൽ മുങ്ങി മരിച്ചുപോയി എന്നാ കേട്ടത്. മരിച്ചില്ല. മരിച്ചോ? ഇല്ല, കപ്പൽ മുങ്ങിയത് ശരിയാണ്, പക്ഷെ ഞാൻ മരിച്ചില്ല. കപ്പൽ പൊളിഞ്ഞ് ബസ്രായിൽ അടിഞ്ഞു കയറി. ഇവളെ വിവാഹം കഴിച്ച് ഞാൻ അവിടെ കൂടി. ഇപ്പൊ എനിക്ക് അവിടെ നല്ല കച്ചവടമാ. എനിക്കൊരൊറ്റ ദുഃഖമേ ഉള്ളൂ, എന്റെ ജ്യേഷ്ഠനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഈയിടെ ഇവിടെ നിന്നും ബസ്രായിൽ വന്ന ഒരു കച്ചവടക്കാരൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്, ജ്യേഷ്ഠൻ മരിച്ച വിവരം. ഉടനെ ഇവിടെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. എല്ലാം അല്ലാഹുവിന്റെ വിധി. എനിക്ക് എന്റെ മോനെയെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. അബ്ദുള്ള, ഇനി ഞങ്ങൾക്ക് ആരുമില്ല അബ്ദുള്ള, ആരുമില്ല. ചേട്ടത്തിക്ക് ഞാനുണ്ട്. പിന്നെ പൊന്നുംകുളം പോലത്തെ ഈ മോനില്ലേ? അതെ. ചേട്ടത്തി കരയരുത്, കണ്ണു തുറക്കാറല്ലോ ഉമ്മ. സൈനബായിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. എളാപ്പേരിക്ക് ഇതൊക്കെ സ്വർണ്ണമാണോ? ഇതോ? അതെ അതെ അതെ. എനിക്കും ഉമ്മയ്ക്കും ഇതുപോലെ ഒന്നുമില്ല. എല്ലാം ഞാൻ വാങ്ങിത്തരാം. എളാപ്പാക്ക് ഒരു സ്വൈരം കൊടുറാൻ മോനെ. സർബത്ത് കുടിക്കും. ആ, മോൻ കുടിക്കും. അവന് ഞാൻ വേറെ കൊടുത്തോളാം. അവൻ കുടിച്ചിട്ട് ബാക്കി ഞാൻ കുടിക്കും. അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ, ഞാൻ അത്താഴം ശരിയാക്കട്ടെ. അല്ലോ, അങ്ങനെ വേദനിക്കണം ഉമ്മ. ഈ ഇക്കൊക്കെ ഒരു നാണമില്ലല്ലോ. അല്ലോ, അലാവുദ്ദീൻ ഒറ്റക്കിട്ടിട്ട് ഓടിപ്പോന്നില്ലേ? ഉമ്മ. അലാവുദ്ദീൻ ഇക്കൊക്കെ പോലൊന്നും അല്ല. ഉമ്മ. അടി കൊണ്ടിട്ടുണ്ടെ കൊടുത്തിട്ടും ഉണ്ടാവും. അയ്യോ. അല്ലോ, അബൂബക്കറേ. അബു ഇല്ലേ? എന്തിനാ ഇനി അടി ഉണ്ടാക്കാൻ പോണോ? ഇല്ല. എന്റെ മക്കളെ, നിങ്ങൾക്ക് മര്യാദയ്ക്ക് നടന്നൂടെ? ശരി, അതുപോട്ടെ. എന്റെ ഇളയാപ്പ വന്നു. ഇളയാപ്പയോ? ആര്? അബ്ദുള്ളയോ? അയാൾ മരിച്ചുപോയില്ലേ? ഇല്ല. മരിച്ചുപോയി? ആര്? ആരും ചത്തുപോയിട്ടില്ല. നിങ്ങൾ അറിഞ്ഞോ? അലാവുദ്ദീന്റെ ഇളയാപ്പ വന്നിരിക്കുന്നു. എളാപ്പയോ? മരിച്ചുപോയി അബ്ദുള്ള? ഏയ്, മരിച്ചുപോയിട്ടില്ല. ഞാൻ ഇളയാപ്പയോട് തന്നെ ചോദിച്ചു. വലിയ പണക്കാരനായിട്ട് തിരിച്ചു വന്നിരിക്കുക. നീ എന്തൊക്കെയാ മോനെ ഈ പറയണത്? ഇതൊക്കെ കൊണ്ടുവന്നത് എളാപ്പയാ. എളാമയുണ്ട്. അല്ലാഹുവിന്റെ ഒരേ കുതിരത്ത്. അല്ല അബ്ദുള്ള, അലാവുദ്ദീൻ ഇങ്ങനെ കണ്ട പിള്ളേരുമായി കളിച്ചും വഴക്കിട്ടും നടന്നാ മതിയോ? അവന്റെ ബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു വഴിക്കാക്കുമായിരുന്നു. ചേട്ടത്തി വിഷമിക്കണ്ട, എനിക്ക് ബസ്രായി നല്ല കച്ചവടമല്ലേ. ഞാൻ ഇവനെ അവിടെ കൊണ്ടുപോയി കച്ചവടം പഠിപ്പിക്കും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു നല്ല കടയിട്ട് കൊടുക്കും. ഇവന് വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കും. അതല്ല, ചേട്ടത്തിക്ക് ഇവനെ പിരിഞ്ഞിരിക്കാൻ വിഷമമാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല. എനിക്കൊരു വിഷമവുമില്ല. അള്ളാഹുവിന്റെ കൃപ കൊണ്ട് എന്റെ മോൻ നന്നായി കണ്ടാ മതി. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കുള്ളൂ. ഞാൻ ഇവനെ കൊണ്ടുപോയാൽ ഒരു രാജകുമാരനായിട്ട് തിരിച്ചു കൊണ്ടുവരും. ഞാൻ ഇളയാപ്പയോട് പോട്ടെ. പോകാം മോനെ, പോകാം. ഒരുങ്ങിക്കൂ.
നാളെ രാവിലെ നമുക്ക് പോണം. അബ്ദുള്ള, എന്റെ മോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ചേട്ടത്തി, ഞാൻ ഇവനെ ഒരു വലിയ കച്ചവടക്കാരനാക്കി തിരിച്ചു കൊണ്ടുവരും. മാമോനെ. ഉമ്മ, ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വാ മോനെ. ബസ്റായിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവിടെ എങ്ങനെ വന്നത്? അതെ മോൻ, അതിനു മുമ്പ് നമുക്കൊരു കാര്യം സാധിക്കും. മോൻ അത് കണ്ടോ? ദാ അതൊരു ഗുഹയാണ്. ആ ഗുഹയ്ക്കകത്ത് ഒരു നിധിയുണ്ട്. നമുക്കത് എടുക്കണം. ഒന്നാണോ ഇളയപ്പ? ഒരു വിളക്ക്. മോനത് എടുത്താ നമുക്ക് ഇഷ്ടം പോലെ പൊന്നുണ്ടാക്കാം. ക്ലീം, ക്ലീം, ഹേ, ജയ് ശംഭോ. മോൻ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങി നടന്ന ഗുഹയുടെ അങ്ങേ അറ്റത്ത് ഒരു വിളക്ക് കാണും. മോനത് എടുത്തോണ്ട് വാ. അയ്യോ, എനിക്ക് പേടിയാന്നു. ഇളയാപ്പ കൂടെ വാ. എളാപ്പയ്ക്ക് വരാൻ പാടില്ല മോനെ. മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ദാ ഈ മോതിരം ഇട്ടോളൂ. ഈ മോതിരം ഇട്ടാ ഒരാപത്തും വരും. ഞാൻ പോവില്ല. നീ പോ. എന്നാ ഇളയാപ്പ ഒരു കാര്യം ചെയ്യാം, ബസ്റാവ് പോയിട്ട് വരുന്ന വഴിക്ക് ഇതൊക്കെ ഒന്ന് എടുക്കാം. ബസ്റായിലൊക്കെ നമുക്ക് നീ ഒന്ന് അകത്തോട്ട് എത്തി നോക്ക്. എത്തി മാത്രം നോക്കാം. ഒന്ന് എത്തി നോക്കാം. ഇളയാപ്പ കുറെ പിടിച്ചോളൂ. നീ ഒന്ന് നോക്ക്. അതൊക്കെ അതൊക്കെ
രാജാധിപനാദത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട തുന്നൽക്കാരൻ ആലിയുടെ മകൻ, തുന്നൽക്കാരൻ മുസ്തഫായുടെ മകൻ അലാവുദ്ദീൻ, ഈ അത്ഭുത വിളക്ക് നിനക്ക് അവകാശപ്പെട്ടതാണ്. നീ ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുത്. ഇത് സൂക്ഷിക്കുന്നവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായിരിക്കും. പുറത്തു നിൽക്കുന്നത് നിന്റെ എളാപ്പയല്ല, ഒരു ദുർമന്ത്രവാദിയാണ്. ഈ വിളക്ക് നീ അവന് കൊടുക്കരുത്. കൊടുത്താൽ ജീവനാശവും വംശനാശവുമായിരിക്കും ഫലം. വിളക്ക് കിട്ടിയോ? എന്നെ മേളി കയറ്റി വിടും. ഇളാപ്പിക്കില്ല. ഇല്ല, ഞാൻ വിളക്ക് തരില്ല. എനിക്കറിയാം നിങ്ങൾ എന്റെ ഇളയാപ്പയല്ല, മന്ത്രവാദിയാണ്, ദുർമന്ത്രവാദി. അതാവുദ്ദീൻ, നീ ഗുഹയ്ക്കിടന്ന് മരിക്കുന്നോ അതോ വിളക്ക് എനിക്ക് തരുന്നോ? അവസാനമായി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നീ വിളക്ക് തരുന്നോ ഇല്ലയോ? മരിച്ചാലും ശരി, ഞാൻ ഈ വിളക്ക് തരില്ല. നീ എന്നേക്കുമായി ഈ ഗുഹയിൽ നിന്ന് നശിക്കട്ടെ. നിന്റെ അത്തിയുടെ നുറുങ്ങു പോലും ഇവിടെ നിന്ന് വെളിയിൽ പോവുക. ജയ് ജംബ. എന്താ മോളെ? ഉമ്മ തന്നയച്ചതാണ്, വീട്ടിലുണ്ടാക്കിയതാണ്. എന്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ്. അവനില്ലാതെ എന്തിനാ മോളെ? ഉമ്മ കഴിച്ചോളൂ. കഴിക്കാം മോളെ. എന്റെ മോനിപ്പോ എന്ത് ചെയ്യാനാവോ? ഞാൻ അങ്ങയുടെ അടിമ ഹിമ്ര. എന്റെ അടിമയാ? അതെ, ഈ മോതിരം ധരിക്കുന്നവന്റെ ആജ്ഞകൾ അനുസരിക്കുന്നവനായിരിക്കും ഞാൻ. അങ്ങക്ക് എന്തു വേണം കൽപ്പിച്ചാലും. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിട്. എന്റെ കയ്യിലേക്ക് കയറിക്കൊള്ളൂ. ഇമ്രാൻ, നീ ഇപ്പോൾ പോയിക്കളൂ. ആവശ്യമുള്ളപ്പോ വിളിക്കാം. ഉമ്മ, എടാ, നീ ഇങ്ങ് തിരിച്ചു വന്നോ? നന്നായി. എന്റെ മോൻ എളാപ്പാന്റെ കൂടെ പോയി കച്ചവടവും പഠിച്ച് കട തുറക്കാൻ വേണ്ടി വന്നതാണല്ലേ? അയ്യോ ഉമ്മ, അത് ഇളയാപ്പ അല്ലായിരുന്നു. എളാപ്പാല്ലാതെ പിന്നെ ആരാടാ? എടാ, നീ എനിക്കും നിനക്കും ഉതകത്തില്ല. എങ്ങോട്ടെങ്കിലും എക്കേടും കെട്ടുപോ. അല്ലാണ് ഉമ്മ, ഞാൻ പറയുന്നത് കേൾക്കൂ. അത് ഇളയാപ്പ ഇല്ലായിരുന്നു, മന്ത്രവാദി വേഷം മാറി വന്നാണ്. മന്ത്രവാദിയോ? അതെ, അയാൾ ഇന്ന് കൊല്ലാൻ കൊണ്ടുപോയതാണ്. ആ മന്ത്രവാദി എന്നോട് വലിയ ഗുഹയ്ക്കകത്ത് പിടിച്ച് തള്ളി. അവിടെ ജിന്നും ചെറുത്താനും പിശാശും പ്രേതവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ മോനെ നിന്നെ പടച്ചോൻ രക്ഷിച്ചു. ഈ വിളക്കെടുക്കാന്നാണ് അയാൾ ഈ സൂത്രമൊക്കെ കാണിച്ച് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഇത് ഏതോ അത്ഭുത ശക്തിയുള്ള വിളക്കാണെന്നാ തോന്നുന്നത്. ഈ വിളക്ക് അയാൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ദേഷ്യം വന്നു. എന്നെ ആ ഗുഹയ്ക്കകത്ത് പിടിച്ച് അടച്ചു. പിന്നെ ഒരു ഭൂതമാണ് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്റെ മോനെ, നമുക്ക് ഈ ഭൂതവും പ്രേതവും ഒന്നും വേണ്ട. മോൻ ഈ വിളക്ക് എവിടെങ്കിലും കൊണ്ടുവന്ന് കള. എന്റെ മോന് വിശക്കുന്നുണ്ടാവും. ഉമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ?
എന്ന ഭൂതമാണ് ഞാൻ. 7-ാം കടലിനടിയിലാണ് എന്റെ താമസം. എന്തിനു ഇവിടെ വന്നു? ആലംബന. ഈ വിളക്കാരുടെ കയ്യിലാണോ അവന്റെ അടിമയാണ് ഞാൻ. എന്ത് കാര്യവും സാധിച്ചു കൊടുക്കും. ഈ മോതിരത്തിൽ ഒരു ഭൂതം ഉണ്ടല്ലോ. അവൻ ഇമ്രാത്ത്, ചെറിയ കുട്ടി. അവനെപ്പോലെ ആയിരക്കണക്കിന് ഭൂതങ്ങളുടെ രാജാവാണ് ഞാൻ. ഈ വിളക്ക് തേച്ചാൽ ഞാൻ പ്രത്യക്ഷപ്പെടും. പോകാൻ പറഞ്ഞാൽ പോകും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരും. എന്താണ് വേണ്ടത്? എനിക്ക് റൊട്ടിയും കോഴിയും വേണം. ഓ, ഞാൻ ഈ കോഴിയല്ല ചോദിച്ചത്. എനിക്ക് പൊരിച്ച കോഴി വേണം. തരോ തരോ. കൊള്ളാം, നന്നായിട്ട്. ഇനി അമീർ പോയിക്കോളൂ, ആവശ്യമുള്ളപ്പോ വിളിക്കാം. ഉമ്മാ, അയ്യോ ഇതെന്താ മോനെ, ഇത് എവിടുന്ന് കിട്ടി? റൊട്ടിയും പൊരിച്ച കോഴിയുമാണ്. എന്റെ കൂട്ടുകാരൻ കൊണ്ടു തന്നു. കൂട്ടുകാരനോ? ഏത് കൂട്ടുകാരൻ? എനിക്ക് അങ്ങനെയൊക്കെ വലിയ വലിയ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഉമ്മ തിന്നോ.